ഓം ശാന്തി 25/8/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ഓരോ ചുവടിലും എന്താണോ സംഭവിക്കുന്നത് അത് മംഗളകാരിയാണ്. ആരാണോ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത് അവർക്കാണ് ഈ ഡ്രാമയിൽ ഏറ്റവും അധികം മംഗളമുണ്ടാകുന്നത്. ചോദ്യം: ഡ്രാമയുടെ ഏത് രഹസ്യം അറിയുന്ന കുട്ടികൾക്കാണ് അപാര സന്തോഷത്തിലിരിക്കാൻ സാധിക്കുക? ഉത്തരം: ആർക്കാണോ ഡ്രാമയനുസരിച്ച് ഇപ്പോഴും ഈ പഴയ ലോകത്തിന്റെ വിനാശം സംഭവിക്കണം, പ്രകൃതിക്ഷോഭം ഉണ്ടാകണമെന്ന് അറിയുന്നത്, ഒപ്പം നമ്മുടെ രാജധാനിയുടെ സ്ഥാപന ഉണ്ടാവുക തന്നെ വേണം, ഇതിലാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഒരുപാട് ഉണർവ്, ഇടയ്ക്ക് തണുത്ത മട്ടായിരിക്കും. ഇതിലൊരിക്കലും സംശയിക്കരുത്. സർവാത്മാക്കൾക്കും അച്ഛനായ ഭഗവാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന സന്തോഷത്തിലിരിക്കണം. ഗീതം: സഭയിൽ ജ്വലിച്ചുയർന്ന ദീപം. ഓം ശാന്തി. മധുരമധുരമായ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചുള്ള ചൈതന്യ ഇയാമ്പാറ്റകൾക്ക് ബാബ സ്നേഹസ്മരണകൾ നൽകുകയാണ്. നിങ്ങളെല്ലാവരും ചൈതന്യ ഇയാമ്പാറ്റകളാണ്. ബാബയെ അണയാത്ത ദീപമെന്നും പറയുന്നു. എന്നാൽ ആർക്കും അറിയില്ല അണയാത്ത ദീപം വലുതല്ല, ഒരു ബിന്ദുവാണ് എന്ന്. ആത്മാവ് ബിന്ദുവാണെന്നുള്ളത് ആരുടെയും ബുദ്ധിയിൽ ഉണ്ടാകില്ല. നമ്മൾ ആത്മാക്കളിലാണ് മുഴുവൻ പാർട്ടും ഉള്ളത്. മറ്റാരുടെ ബുദ്ധിയിലും ആത്മാ പരമാത്മാവിന്റെ ജ്ഞാനമില്ല. നിങ്ങൾ കുട്ടികൾക്ക് മാത്രമാണ് ബാബ വന്ന് മനസ്സിലാക്കി തന്ന് ആത്മാവിന്റെ തിരിച്ചറിവ് നൽകിയത്. ആത്മാവെന്താണ്, പരമാത്മാവെന്താണ് എന്നുള്ളത് മുൻപ് അറിയുമായിരുന്നില്ല. അതുകൊണ്ട് ദേഹാഭിമാനം കാരണം കുട്ടികളിൽ മോഹവുമുണ്ട്, വികാരവും ഒരുപാടുണ്ട്. ഭാരതം എത്ര ഉയർന്നതായിരുന്നു! വികാരത്തിന്റെ പേരുപോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിർവികാരി ഭാരതമായിരുന്നു. ഇപ്പോൾ വികാരി ഭാരതമാണ്. എങ്ങനെയാണോ ബാബ മനസ്സിലാക്കി തരുന്നത് അതുപോലെ മറ്റൊരു മനുഷ്യനും മനസ്സിലാക്കി തരുവാൻ സാധിക്കില്ല. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഭാരതത്തെ ശിവാലയമാക്കിയിരുന്നു. ഞാൻ തന്നെയാണ് ശിവാലയം സ്ഥാപിച്ചിരുന്നത്. എങ്ങനെ? അതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഓരോ ചുവടും എന്തെല്ലാമാണോ സംഭവിക്കുന്നത് അത് മംഗളകാരിയാണ്. ആരാണോ നല്ല രീതിയിൽ ബാബയെ ഓർമ്മിച്ച് അവനവന്റെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികളുടെ ഓരോ ദിവസവുമാണ് കൂടുതൽ മംഗളകരം. ഈ യുഗം മംഗളകാരി പുരുഷോത്തമനായി മാറാനുള്ള യുഗമാണ്. ബാബയ്ക്ക് എത്ര മഹിമയാണ്! നിങ്ങൾക്കറിയാം, ഇപ്പോൾ സത്യം സത്യമായ ഭാഗവതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ്വാപരയുഗത്തിൽ എപ്പോഴാണോ ഭക്തിമാർഗം ആരംഭിച്ചത് അപ്പോൾ ആദ്യം നിങ്ങളും വജ്രങ്ങളുടെ ലിംഗമുണ്ടാക്കി പൂജ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി ഉണർന്നു കഴിഞ്ഞു. നമ്മൾ എപ്പോഴാണോ പൂജാരിയായിരുന്നത് അപ്പോൾ ക്ഷേത്രങ്ങൾ പണിതിരുന്നു. വജ്രങ്ങളും മാണിക്യങ്ങളും ഉപയോഗിച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ ചിത്രങ്ങളൊന്നും ഇപ്പോൾ ലഭിക്കില്ല. ഇവിടെയുള്ള മനുഷ്യർ വെള്ളിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയാണ് പൂജിക്കുന്നത്. അങ്ങനെയുള്ള പൂജാരികൾക്ക് ഒരുപാട് അംഗീകാരമുണ്ട്. ശിവന്റെ പൂജയും എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നാൽ അവ്യഭിചാരി പൂജയല്ല. വിനാശം തീർച്ചയായും സംഭവിക്കണം എന്നുള്ളതും കുട്ടികൾക്കറിയാം. തയ്യാറെടുപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിക്ഷോഭവും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്.
ആര് എത്ര തന്നെ പ്രയത്നിച്ചാലും നിങ്ങളുടെ രാജധാനിയുടെ സ്ഥാപന ഉണ്ടാവുക തന്നെ വേണം. ഇതിലാർക്കും ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ല. ബാക്കി അവസ്ഥകൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. ഇത് വളരെ വലിയ സമ്പാദ്യമാണ്. ഇടയ്ക്ക് നിങ്ങൾ കുട്ടികൾ വളരെ സന്തോഷത്തിൽ നല്ല ചിന്തനത്തിൽ ഇരിക്കും. ഇടയ്ക്ക് അലസരാകും. മറ്റുള്ള യാത്രകളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതുപോലെ ഇതിലും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് അതിരാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വളരെ സന്തോഷമുണ്ടാകുന്നു. ആഹാ, ബാബ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതമാണ്. സർവാത്മാക്കൾക്കും പിതാവായ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവർ കൃഷ്ണനെ ഭഗവാൻ എന്ന് മനസ്സിലാക്കി. മുഴുവൻ ലോകത്തിലും ഗീതയ്ക്ക് വളരെയധികം അംഗീകാരമുണ്ട്. കാരണം ഭഗവാനു വാചയല്ലേ. പക്ഷേ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നതെന്ന് ആർക്കും അറിയില്ല. വലിയ ഉയർന്ന പദവിയുള്ളവരും വിദ്വാൻമാരും പണ്ഡിതന്മാരും ഗോഡ് ഫാദർ എന്നു പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ എപ്പോൾ വന്ന് എന്ത് ചെയ്തു എല്ലാം മറന്നു. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു. ഡ്രാമയിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ രാവണ രാജ്യം വീണ്ടും ഉണ്ടാകും. അപ്പോൾ വീണ്ടും ബാബയ്ക്ക് വരേണ്ടി വരുന്നു. രാവണൻ തന്നെയാണ് നിങ്ങളെ അജ്ഞാന അന്ധകാരത്തിൽ ഉറക്കുന്നത്. ജ്ഞാനം കേവലം ജ്ഞാനസാഗരനായ ബാബയ്ക്ക് മാത്രമേ നൽകാൻ സാധിക്കൂ. ഇതിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സദ്ഗതി ചെയ്യാൻ കഴിയില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരാളാണ്. ബാബ കേൾപ്പിച്ചു തന്ന ഗീതാജ്ഞാനം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം പരമ്പരാഗതമായി ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ നൽകുന്ന ജ്ഞാനത്തിന്റെ ശാസ്ത്രങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മറ്റുള്ള ധർമ്മഗ്രന്ഥങ്ങളെപ്പോലെ അനാദിയും പരമ്പരാഗതവുമായിരിക്കാൻ ബാബ പറയുന്ന ജ്ഞാനത്തിന് ഇപ്പോൾ മറ്റൊരു ശാസ്ത്രവും ഉണ്ടാകുന്നില്ല. നിങ്ങളിപ്പോൾ എഴുതുന്നുണ്ടെങ്കിലും അതെല്ലാം നശിക്കും. പ്രകൃതിക്ഷോഭത്തിൽ എല്ലാം ഭസ്മമാകും. ബാബ കൽപ്പം മുൻപും നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോഴും നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ജ്ഞാനത്തിന്റെ പ്രാപ്തിയാണ് സത്യുഗത്തിൽ നേടുന്നത്. പിന്നീട് ഈ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ബാക്കിയെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. ബാബ നിങ്ങൾക്ക് ഗീത വായിച്ചു കേൾപ്പിച്ചു തരുന്നില്ല. ബാബ രാജയോഗത്തിന്റെ പഠിപ്പ് നൽകുന്നു. അതിന്റെ ശാസ്ത്രം പിന്നീട് ഭക്തിമാർഗത്തിൽ ഉണ്ടാക്കുന്നു. അതിനെയും തലകീഴാക്കി മാറ്റി. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. ആരാണ് ഗീതാജ്ഞാനം നൽകിയത് അവരുടെ പേര് മാത്രം മാറ്റി. മറ്റാരുടെയും പേര് മാറ്റിയിട്ടില്ല. ഗീത എല്ലാവരുടെയും മുഖ്യ ധർമ്മഗ്രന്ഥമാണ്. മുഖ്യമായും 3 ധർമ്മങ്ങളുണ്ട്. ദേവതാധർമ്മം, ഇസ്ലാം ധർമ്മം, ബുദ്ധധർമ്മം. ചിലർ പറയാറുണ്ട് ആദ്യം ബുദ്ധധർമ്മം പിന്നീട് ഇസ്ലാം ധർമ്മം. അപ്പോൾ പറയൂ, ഈ കാര്യങ്ങളുമായി ഗീതയ്ക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കർത്തവ്യമാണ് ബാബയിൽ നിന്ന് സമ്പത്ത് നേടുക എന്നുള്ളത്. ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ഇത് വളരെ വലിയ വൃക്ഷമാണ്. ഇതിൽ നിന്നും മുഖ്യമായും 3 ശാഖകൾ ഉണ്ടാകുന്നു. എത്ര നല്ല വിവേകത്തോടെ ഉണ്ടാക്കിയിട്ടുള്ള വൃക്ഷമാണ്. നമ്മൾ ഏത് ധർമ്മത്തിലേതാണെന്നുള്ളത് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ധർമ്മം ആരാണ് സ്ഥാപിച്ചത്? ദയാനന്ദൻ, അരവിന്ദ ഘോഷ് എന്നിവരെല്ലാവരും ഇപ്പോൾ വന്നുപോയവരാണ്. അവരും യോഗം പഠിപ്പിക്കുന്നവരാണ്. അവർ ഭക്തി മാർഗത്തിലുള്ളവരാണ്. എത്ര വലിയ വലിയ ടൈറ്റിലുകളാണ് അവർക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം തന്നെ
ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇനി വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷവും സംഭവിക്കും. ആരംഭം മുതൽക്ക് ഈ ചക്രം എങ്ങനെ കറങ്ങി പിന്നെങ്ങനെ ആവർത്തിക്കുന്നു, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം. ഇപ്പോഴത്തെ വർത്തമാന സമയം പിന്നീട് ഭൂതകാലമായി വീണ്ടും അത് ഭാവി ആകുന്നു. ഭൂതം, ഭാവി, വർത്തമാനം. എന്താണോ കഴിഞ്ഞുപോയത് അത് വീണ്ടും ഭാവിയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുന്നു. പിന്നീട് നിങ്ങൾ രാജ്യപദവി നേടുന്നു. ഈ ദേവതകളുടെ രാജ്യം ആദ്യം ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് മറ്റൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല. ഇതും ഒരു കഥ പോലെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വളരെ മനോഹരമായ ഒരു കഥയായി തീരും. വളരെ പണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാരതം സത്യയുഗമായിരുന്നു. അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. കേവലം ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. അതിനെ സൂര്യവംശി രാജ്യം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ലക്ഷ്മി നാരായണന്റെ രാജ്യം 1250 വർഷങ്ങൾ നടന്നു. പിന്നീടവർ രാജ്യഭരണം തന്റെ സഹോദരങ്ങളായ ക്ഷത്രിയർക്ക് നൽകി. പിന്നീട് അവരുടെ രാജ്യഭരണമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ബാബയാണ് വന്ന് നമ്മെ പഠിപ്പിച്ച് ഈ പദവിക്ക് യോഗ്യരാക്കി മാറ്റിയത്. ആരാണോ നല്ല രീതിയിൽ പഠിച്ചത് അവർ സൂര്യവംശികളായി. ആരാണോ തോറ്റുപോയത് അവരുടെ പേരാണ് ക്ഷത്രിയർ. ബാക്കി യുദ്ധത്തിന്റെ കാര്യമൊന്നും ഇവിടെയില്ല. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം നശിക്കുന്നു. നിങ്ങൾ വികർമ്മങ്ങൾക്ക് മേൽ വിജയം പ്രാപിക്കണം. ബാബ നൽകുന്ന ആജ്ഞയാണ്, ആരാണോ കാമത്തിന് മേൽ വിജയം പ്രാപിക്കുന്നത് അവരാണ് ജഗത് ജീത്തായി മാറുന്നത്. പിന്നീട് പകുതി കൽപ്പത്തിന് ശേഷം വീണ്ടും വാമമാർഗത്തിലേക്ക് അധപതിക്കുന്നു. അതിന്റെയും ചിത്രങ്ങളുണ്ട്. മുഖം മാത്രം ദേവതകളുടേതാണ്. രാമരാജ്യവും രാവണരാജ്യവും പകുതി പകുതിയാണ്. അതിന്റെ കഥ ഉണ്ടാക്കണം. പിന്നീട് എന്ത് സംഭവിച്ചു? ഇതിനെയാണ് സത്യനാരായണന്റെ കഥയെന്ന് പറയുന്നത്. സത്യം ഒരേയൊരു ബാബയാണ്. ബാബ ഈ സമയത്ത് വന്ന് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമാണ് നൽകുന്നത്. ഇത് മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. മറ്റുള്ള മനുഷ്യർക്ക് ബാബയെ തന്നെ അറിയില്ല. ഡ്രാമയിലുള്ള അഭിനേതാക്കൾക്ക് അതിന്റെ രചയിതാവിനെക്കുറിച്ചും സംവിധായകനെക്കുറിച്ചും അറിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കറിയാനാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തന്നു. ഡ്രാമയനുസരിച്ച് എല്ലാം വീണ്ടും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു. ബാബ വന്ന് നിങ്ങൾ കുട്ടികളെ വീണ്ടും പഠിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരാൾക്കും വരാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ വന്ന് കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. പുതിയവരെ ഇവിടെ ഇരുത്തുവാൻ സാധിക്കില്ല. ഇന്ദ്രപ്രസ്ഥത്തിന്റെ കഥയുണ്ടല്ലോ. ഇന്ദ്രനീലം, പുഷ്യരാഗം. നിങ്ങളിലും ചിലർ വജ്രം പോലെയുള്ള രത്നങ്ങളാണ്. നോക്കൂ, രമേശ് ജി പ്രദർശിനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും വിചാരസാഗര മന്ഥനം അതിനെക്കുറിച്ചുണ്ടായി. അപ്പോൾ വജ്രസമാനമുള്ള ജോലി ചെയ്തില്ലേ? ചിലർ പുഷ്യരാഗം, ചിലർ മറ്റു പലത്. ചിലർ യാതൊന്നും തന്നെ അറിയാത്തവരുമുണ്ട്. രാജധാനി സ്ഥാപിക്കുകയാണെന്നുള്ളത് അറിയാമല്ലോ. അതിൽ രാജാ റാണി തുടങ്ങി എല്ലാവരും വേണമല്ലോ. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണർ ശ്രീമതമനുസരിച്ച് പഠിച്ച് വിശ്വത്തിന്റെ അധികാരിയായി തീരുന്നു. എത്ര സന്തോഷമുണ്ടായിരിക്കണം. ഈ മൃത്യു ലോകം തന്നെ അവസാനിക്കാൻ പോവുകയാണ്. ബ്രഹ്മബാബ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോയി ഒരു കുട്ടിയായി മാറും. കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം തന്നെ
ഇപ്പോഴേ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. പെരുമാറ്റത്തിലും പരിവർത്തനം സംഭവിക്കുന്നു. ഇതുപോലെ എപ്പോഴാണോ അവിടെയും, അതായത് സത്യയുഗത്തിലും വാനപ്രസ്ഥ അവസ്ഥയിലേക്ക് വരുന്നത്, അപ്പോൾ ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് ശൈശവ അവസ്ഥയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കും. കുട്ടിക്കാലത്തെ അവസ്ഥ സതോപ്രധാന അവസ്ഥയാണ്. ലക്ഷ്മി നാരായണൻ യുവ അവസ്ഥയാണ്. വിവാഹം കഴിഞ്ഞവരെ ഒരിക്കലും ബാലക അവസ്ഥയിലുള്ളവരെന്ന് പറയില്ല. യുവ അവസ്ഥയിലുള്ളവരെ രജോ എന്നും വൃദ്ധ അവസ്ഥയിലുള്ളവരെ തമോ എന്നും പറയുന്നു. അതുകൊണ്ടാണ് കൃഷ്ണനോട് കൂടുതൽ സ്നേഹം. കൃഷ്ണൻ തന്നെയാണ് നാരായണനാകുന്നത്. എന്നാൽ മനുഷ്യർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. കൃഷ്ണനെ ദ്വാപരയുഗത്തിലും ലക്ഷ്മി നാരായണനെ സത്യയുഗത്തിലേക്കും കൊണ്ടുവന്നു. ഇപ്പോൾ നിങ്ങൾ ദേവതയാകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, കുമാരിമാർ മുന്നിലേക്കിറങ്ങണം. കന്യാകുമാരി, അധർകുമാരി, ദിൽവാഡ എന്നീ ക്ഷേത്രങ്ങളെല്ലാം നിങ്ങളുടെ കൃത്യമായ ഓർമ്മ ചിഹ്നങ്ങളാണ്. അത് ജഡമാണ്, നിങ്ങൾ ചൈതന്യമാണ്. നിങ്ങൾ ഇവിടെ ചൈതന്യത്തിലിരുന്ന് ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗം ഇവിടെ തന്നെയല്ലേ ഉണ്ടാവുക? മൂലവതനം, സൂക്ഷ്മവതനം എവിടെയാണ്? ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം. മുഴുവൻ ഡ്രാമയെക്കുറിച്ചും നിങ്ങൾ അറിയുന്നു. എന്താണോ കഴിഞ്ഞുപോയത് അത് പിന്നീട് ഭാവിയാകുന്നു. അത് തന്നെ വീണ്ടും ഭൂതകാലമാകുന്നു. നിങ്ങളെ ആരാണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. സന്തോഷത്തിൽ മതിമറക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ എല്ലാ ചതിവുകളും ഇല്ലാതാകും. ബാബ നമ്മുടെ അച്ഛനുമാണ്, നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്, കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവാകുന്ന അച്ഛനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം. ബാബ, ഞങ്ങളിപ്പോൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മാവിനെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞു. വിഷ്ണുവിന്റെ നാഭിയിലൂടെ ബ്രഹ്മാവിനെ കാണിക്കുന്നുണ്ട്. വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിലും കാണിക്കുന്നുണ്ട്. ബ്രഹ്മാവിനെ സൂക്ഷ്മവതനത്തിലും കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ രണ്ടുപേരും ഇവിടെ തന്നെ ഉള്ളവരാണ്. വിഷ്ണു രാജ്യം ഭരിക്കുന്ന ആളാണ്. അഥവാ വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായെങ്കിൽ ബ്രഹ്മാവും രാജ്യം ഭരിക്കണമല്ലോ. വിഷ്ണുവിന്റെ നാഭിയിലൂടെ വരികയാണെങ്കിൽ വിഷ്ണുവിന്റെ കുട്ടിയെപ്പോലെ ആയി. ഈ കാര്യങ്ങളെല്ലാം ബാബ മനസ്സിലാക്കി തരുന്നു. ബ്രഹ്മാവ് തന്നെയാണ് 84 ജന്മം പൂർത്തിയാക്കി ഇപ്പോൾ വിഷ്ണുപുരിയുടെ അധികാരി ആവുന്നത്. ഈ കാര്യങ്ങൾ ആരും പൂർണമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് സന്തോഷത്തിന്റെ രസം ഉയരാത്തത്. ഗോപ ഗോപികമാർ നിങ്ങളാണ്. സത്യയുഗത്തിൽ ഉണ്ടാകില്ല. അവിടെ രാജകുമാരി കുമാരനാണ്. ഗോപ ഗോപികമാരുടെ ഗോപി വല്ലഭനല്ലേ? പ്രജാപിതാ ബ്രഹ്മാവ് സർവരുടെയും പിതാവാണ്. പിന്നെ നമ്മൾ എല്ലാ ആത്മാക്കളുടെയും പിതാവ് നിരാകാരനായ ശിവനാണ്. നമ്മൾ എല്ലാവരും മുഖവംശാവലികളാണ്. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർ സഹോദരീ സഹോദരന്മാരായി കഴിഞ്ഞു. വികാരി ദൃഷ്ടി പാടില്ല. ഇതിൽ തന്നെയാണ് മായ തോൽപ്പിക്കുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ വരെ എന്തെല്ലാമാണോ പഠിച്ചിട്ടുള്ളത് അത് ബുദ്ധി കൊണ്ട് മറക്കണം. ഞാൻ എന്താണോ കേൾപ്പിക്കുന്നത് അത് മാത്രം പഠിക്കൂ. ഏണിപ്പടിയുടെ ചിത്രം ഫസ്റ്റ് ക്ലാസ് ആണ്. മുഴുവൻ ആധാരവും ഒരു കാര്യത്തിലാണ്. ഗീതയുടെ ഭഗവാൻ ആരാണ്? കൃഷ്ണൻ സർവഗുണ സമ്പന്നനായ ദേവതയാണ്. ആ കൃഷ്ണന്റെ പേരാണ് ഗീതയിൽ നൽകിയിട്ടുള്ളത്. ബാബ പറയുന്നു, കാമചിതയിൽ ഇരിക്കുന്നതിലൂടെയാണ് കറുത്തതായത്.
കൃഷ്ണന്റെ പേര് മാത്രം ശ്യാമസുന്ദരൻ എന്ന് എടുത്തു പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ബ്രാഹ്മണരാണ്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനചിതയിൽ ഇരിക്കുന്നു. ശൂദ്രർ കാമചിതയിൽ ഇരിക്കുന്നവരാണ്. ബാബ പറയുന്നു, വിചാരസാഗര മന്ഥനം ചെയ്ത് യുക്തികൾ കണ്ടെത്തൂ. എങ്ങനെ മറ്റുള്ളവരെ ഉണർത്തണം? ഡ്രാമ അനുസരിച്ചേ ഉണരൂ. ഡ്രാമ വളരെ പതുക്കെ പതുക്കെയാണ് പോകുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാ ഈ സ്മൃതിയിലിരിക്കണം, നമ്മൾ ഗോപി വല്ലഭന്റെ ഗോപഗോപികമാരാണ്. ഈ സ്മൃതിയിലൂടെ സദാ സന്തോഷത്തിന്റെ രസം ഉയർന്നിരിക്കണം. 2. ഇതുവരെ എന്തെല്ലാമാണോ പഠിച്ചിട്ടുള്ളത് അത് ബുദ്ധി കൊണ്ട് മറന്ന് ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അത് മാത്രം പഠിക്കൂ. നമ്മൾ സഹോദരീ സഹോദരന്മാരാണ്. ഈ സ്മൃതിയിലൂടെ വികാരി ദൃഷ്ടി സമാപ്തമാക്കണം. മായയോട് ഒരിക്കലും തോൽക്കരുത്. വരദാനം: സേവനങ്ങളിലൂടെ യോഗയുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതം സേവനത്തിനുള്ള ജീവിതമാണ്. മായയിൽ നിന്നും മാറി പുതുജീവൻ ലഭിക്കാനുള്ള ശ്രേഷ്ഠ മാർഗം സേവനമാണ്. സേവനം യോഗയുക്തമാക്കുന്നു. എന്നാൽ വെറുതെ വാക്കുകളിലൂടെയുള്ള സേവനങ്ങൾ മാത്രമല്ല, ഇതുവരെ കേട്ട മധുരമായ വാക്കുകളുടെ സ്വരൂപമായി സേവനം ചെയ്യണം. നിസ്വാർത്ഥ സേവനം ചെയ്യണം. ത്യാഗം, തപസ് എന്നിവയുടെ സ്വരൂപമായി സേവനം ചെയ്യുകയും പരിധിയുള്ള ആഗ്രഹങ്ങളിൽ നിന്നും ഉപരിയായി നിഷ്കാമ സേവനം ചെയ്യുന്നതിനെയുമാണ് ഈശ്വരീയ സേവനം അല്ലെങ്കിൽ ആത്മീയ സേവനം എന്ന് പറയുന്നത്. വാക്കുകൾക്കൊപ്പം മനസ്സിലൂടെ സേവനം ചെയ്യുകയെന്നാൽ മന്മനാഭവ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക എന്നാണ് അർത്ഥം. സ്ലോഗൻ: ആകൃതിയെ നോക്കാതെ നിരാകാരനായ ബാബയെ കാണുകയാണെങ്കിൽ ആകർഷണമൂർത്തരായി മാറും. അവ്യക്ത സൂചന: സഹജ യോഗിയായി മാറണമെങ്കിൽ പരമാത്മ സ്നേഹത്തിന്റെ അനുഭവിയായി മാറൂ. ബാബ്ദാദയ്ക്ക് തന്റെ കുട്ടികളോട് ഇത്രയധികം സ്നേഹമുണ്ട്. അതിനാൽ ഓരോ കുട്ടിയും എന്നെക്കാൾ മുന്നിലാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തും ആരോടാണോ സ്നേഹമുള്ളത് അവരെ തന്നെക്കാൾ മുന്നിൽ എത്തിക്കും. ഇതുതന്നെയാണ് സ്നേഹത്തിന്റെ അടയാളം. അതിനാൽ ബാബ്ദാദയും പറയുന്നു, എന്റെ കുട്ടികളിൽ ഇപ്പോൾ ഒരു കുറവും ഉണ്ടാകരുത്. എല്ലാവരും സമ്പൂർണവും സമ്പന്നവും സമാനവുമായി മാറട്ടെ. ഈ പരമാത്മ സ്നേഹം തന്നെയാണ് സഹജ യോഗിയാക്കി മാറ്റുന്നത്. ഓം ശാന്തി.